ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് എക്കണോമിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്? പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസും ഉണ്ട്, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസും ഉണ്ട്. പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസിൽ നമ്മൾ മുന്നേ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫോംസ് ഓഫ് ഓർഗനൈസേഷനിലുള്ള എല്ലാ കാര്യങ്ങളും, കോർപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് കമ്പനി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏതിൽ വരുന്നുണ്ട്? ഈ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസിൽ വരുന്നുണ്ട്. ഇനി എന്താണ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ്? അതിന് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ ഒന്നിച്ച് ചേർന്നിട്ട് അത് ഓൺ ചെയ്യുക, മാനേജ് ചെയ്യുക ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഇനി എന്താണ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ്? പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്ഥാപനത്തിന് പബ്ലിക്കിനോട് എങ്ങനെയുണ്ടാവും? അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും, പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ പബ്ലിക്കിൽ നിന്നും കളക്ട് ചെയ്യുന്ന, അതായത് നമ്മളൊക്കെ അടയ്ക്കുന്ന ടാക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്ന, സർക്കാർ ഓൺ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കും ഇതിൽ വരിക, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിൽ വരിക. ഇനി ഈ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, പിന്നെന്താണ്? ഗവൺമെന്റ് കമ്പനീസ്. 3 കാര്യങ്ങളിലെയും മെറിറ്റ്, ഡിമെറിറ്റ്, ഫീച്ചേഴ്സ് ഒക്കെ നോക്കാനുണ്ട്. അതൊക്കെ നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ നോക്കാം.